Hello friends, welcome to 𝙤𝙬𝙬𝙬 𝙬𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ഫ്ലിപ്കാർട്ട് തമ്മിലുള്ള ഒരു ടൈപ്പിൻ്റെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഓഫേഴ്സ്, നമുക്കിത് ലൈഫ് ടൈം ഫ്രീ ആണോ, അതേപോലെ ആനുവൽ മെയിൻ്റനൻസ് ഫ്രീ ഉണ്ടോ, ശരിക്കും ഇത് കുറേ പേർക്ക് ഫ്രീയും കുറേ പേർക്ക് മെയിൻ്റനൻസ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുക എന്നൊക്കെ നോക്കാം. ഫുൾ ഡീറ്റെയിൽസ് നോക്കാം, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ശരിക്കും ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും. നമുക്ക് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ്. ഫ്ലിപ്കാർട്ടിൻ്റെ അക്കൗണ്ട് പേജിൽ ഞാൻ എന്തായാലും ഇത് മൊബൈലിൽ കാണിച്ചു തരാം. ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പേ ലേറ്റർ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യത കൂടുതലുണ്ടെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് IDFC ബാങ്കും അല്ലെങ്കിൽ ആക്സിസ് ബാങ്കും കൂടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ബാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ മിനിമം 6 മാസമെങ്കിലും ഉപയോഗിച്ചിട്ടിരിക്കണം ഈ പേ ലേറ്റർ ഫീച്ചേഴ്സ് കിട്ടാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മൊബൈലിലേക്ക് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ. ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. എല്ലാ ലിങ്ക്സും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ നേരെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ മൈ ഓർഡർ, മൈ റിവാർഡ്, അതിൽ നമ്മൾ മൈ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ മൈ അക്കൗണ്ടാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് വരിക. നമ്മുടെ മെമ്പർഷിപ്പ്, പ്ലസ് മെമ്പർഷിപ്പ്, അതേപോലെ മൈ ഓർഡേഴ്സ്, ഇതിൽ കൂടെ കാണാം ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഞാനത് ആക്ച്വലി എന്താ പറയുക അപ്ലൈ ചെയ്തില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് ക്രെഡിറ്റ് കാർഡ്സും കാർഡൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അധികം ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ നമുക്ക് ഞാൻ പ്ലേ ലേറ്റർ പക്ഷേ ഉപയോഗിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. എനിക്ക് വന്നേക്കുന്നത് ഞാൻ അത്യാവശ്യം എല്ലാ മാസവും പേ ലേറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പേ ലേറ്റർ കൂടെയാണ് ആക്ച്വലി ഫ്ലിപ്കാർട്ട് ഫുൾ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ നമുക്കിവിടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് കാർഡ് കബാബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ് ടു 5% വരെ അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് കിട്ടും നമുക്ക്. അതുപോലെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 1100 രൂപയുടെ സംഭവം കിട്ടുന്നുണ്ട്. കോംപ്ലിമെൻ്റ് ലോഞ്ചസസ് വരുന്നുണ്ട്. 1000 രൂപയുടെ ഫ്ലിപ്കാർട്ട് വൗച്ചർ ഇപ്പോൾ ലിമിറ്റഡ് പീരീഡ് ഓഫർ വരുന്നുണ്ട്. അതുപോലെ റിവാർഡ് പോയിന്റ് ഒരു ഡയറക്റ്റ് ക്യാഷ് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഡയറക്റ്റ്ലി ഇൻ ടു ദ അക്കൗണ്ട് നമുക്ക് കിട്ടുക, നല്ല കാര്യമാണ്. അതുപോലെ നമുക്ക് 5% ക്യാഷ് ബാക്ക് വരുന്നത് ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലാണ്. അതുപോലെ 4% അൺലിമിറ്റഡ് ക്യാഷ് വരുന്നത് സ്വിഗ്ഗിയിൽ, ക്യൂർഫിറ്റിൽ, PVRൽ, ഊബറിൽ, ടാറ്റ സ്കൈയിൽ, അതുപോലെ ടാറ്റ 1MGയിൽ, ക്ലിയർ ട്രിപ്പിലൊക്കെ വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് 1.5% ആണ് ഓൺലൈൻ ഓഫ്ലൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ സാലറി പേഴ്സൺ അബവ് 15,000 മന്ത്ലി ഇൻകം വരുന്നവർക്കും, അതുപോലെ സെൽഫ് എംപ്ലോയ് ആയിട്ടുള്ള 30,000 മുകളിൽ മാസം വരുന്നവർക്കാണ്. ഇതിപ്പോൾ എനിക്ക് വന്നേക്കുന്നത് ആനുവൽ ഫീ ആയിട്ടാണ് വന്നേക്കുന്നത്. ആനുവൽ ഫീ 500 രൂപയുടെ ആനുവൽ ഫീ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. ശരിക്കും ഈ ഫീ വേ ഓഫ് ചെയ്യും, പക്ഷേ നമുക്ക് 2 lakh വരെ സ്പെൻഡ് ചെയ്യണം. പക്ഷേ 2 lakh കുറച്ച് ഓവറാണ് കേട്ടോ. കുറേ പേർക്കൊക്കെ നമുക്കിത് ഫ്രീ കാർഡായിട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം ആയിട്ട് ഇപ്പോൾ 500 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മോസ്റ്റ്ലി ഇവർ ഫുൾ റിജക്റ്റ് ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് ഇവർക്ക്. പിന്നെ പ്രത്യേകിച്ച് ഇവർ ഫ്ലിപ്കാർട്ട് കാർഡ് അധികം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ അപ്രൂവ് ചെയ്യുന്നില്ല, ഈ അടുത്തായിട്ട് അപ്രൂവ് ചെയ്യുന്നില്ല. അത് എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ഒരു ടൈപ്പ് മാറാനുള്ള ഉദ്ദേശമുണ്ടോ ഫ്ലിപ്കാർട്ട് അതറിയില്ല. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്, പിന്നെ നമുക്ക് പിന്നെ വാട്ടിസ് ക്രെഡിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തായാലും നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നമുക്ക് 1% ഫ്യൂവൽ ചാർജ് വേവർ വരുന്നുണ്ട്. അത് എല്ലാ കാർഡിനും വരുന്നതുകൊണ്ടാണ്. പിന്നെ നമുക്ക് 4 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് അസസ് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ആണ് അത് ഓർക്കണം. അതുപോലെ നമുക്ക് EMI ഫീച്ചർ, EMI കൺവേർഷൻ, വാലറ്റ് ലോഡിങ് ഇതൊക്കെ പറ്റും. ഗോൾഡ് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ നോർമൽ കാർഡ് പോലെ തന്നെ. പിന്നെ ആക്ടിവേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വൗച്ചർ 500 രൂപ കിട്ടുന്നുണ്ട്. മിനിമം സ്പെൻഡ് വാല്യൂ ഒന്നുമില്ല. കസ്റ്റമർ മേക്സ് എ ട്രാൻസാക്ഷൻ വിത്തിൻ 30 days ഓഫ് കാർഡ് ഇഷ്യൂവൻസ് ആണ് വരുന്നത്. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 15% ക്യാഷ് ബാക്ക് അപ് ടു 500 ഓൺ മിന്ത്ര. അതുപോലെ കസ്റ്റമേഴ്സ് ന്യൂ ടു സ്വിഗ്ഗി ക്യാൻ ഹാവ് 50% ഡിസ്കൗണ്ട് ആണ്. ഭയങ്കര ഓഫേഴ്സ് ഒന്നും പറയാനില്ല. അപ്പോൾ നോർമൽ നമ്മുടെ കാർഡ് പോലെ തന്നെയാണ്. പക്ഷേ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് കുറേ കാലം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഡയറക്റ്റ് പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിലൊരു കുറച്ചും കൂടിക്കും അവർക്ക് കിട്ടാൻ കുറച്ചുകൂടിയും ഇത് കൂടുതലാണ്, നമുക്ക് പെർസെൻറ്റേജ് കൂടുതലാണ്. അല്ലാത്തവർക്ക് റിജക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുക, അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളേതായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.